ഞാനിന്ന് ചിക്കൻ ഡ്രം സ്റ്റിക്ക് ലോലിപോപ്പാണ് റെഡിയാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾക്ക് ഈ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ലോലിപോപ്പ് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. വളരെ സിമ്പിളാണ്. നൈഫ് ഉപയോഗിച്ച് രണ്ട് സൈഡിലും ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി ബോണിൽ നിന്നും ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ലോലിപോപ്പിന്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾക്കിനി എല്ലാ ചിക്കൻ ഡ്രം സ്റ്റിക്കും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ലോലിപോപ്പിന്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ചിക്കൻ ഡ്രം സ്റ്റിക്കിന്റെ 16 പീസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ലോലിപോപ്പിന്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ചിക്കൻ ഡ്രം സ്റ്റിക്കും ലോലിപോപ്പിന്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് ക്ലോസപ്പിലൊന്ന് കാണിക്കാം. നമുക്കിനി ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ. കുറച്ച് എരിവും അതിൻ്റെ കൂടെ കുറച്ച് റെഡ് കളറും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിനുള്ളത്. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. ജിഞ്ചർ പൗഡർ 1 ടേബിൾ സ്പൂൺ. അതുപോലെ ഗാർലിക് പൗഡറും 1 ടേബിൾ സ്പൂൺ. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇനി നമ്മൾക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് എടുത്തു വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുന്നതിനായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡിയാക്കുന്നതിനായിട്ട് ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ ചേർക്കാം. 1/2 കപ്പ് മൈദപ്പൊടി. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഉപ്പ് 1/4 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇവിടെ റെഡിയാണ്. അതുപോലെ ബാറ്ററും ഇവിടെ റെഡിയാണ്. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കിയെടുത്ത് ഫ്രൈ പാനിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി കുറച്ചുകൂടി ചിക്കൻ പീസ് ഫ്രൈ ചെയ്യാൻ ബാക്കിയുണ്ട്. ഇനി ബാക്കിയുള്ളത് അടുത്ത റൗണ്ടിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചു വെച്ചിട്ട് മറ്റേ സൈഡ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്തിയെടുക്കാം. ഇനി കുറച്ചുകൂടി ചിക്കൻ പീസ് ഫ്രൈ ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മൾക്ക് അതുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ പീസ് എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഞാനിതൊന്ന് ക്ലോസപ്പിൽ കാണിക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസ് എല്ലാം തന്നെ ഞാൻ ഈ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സ് ചെയ്യുന്നതിനുള്ള സോസ് റെഡിയാക്കി എടുക്കാം. സോസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ വേറൊരു കുക്കിംഗ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിൽ തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇവിടെ റെഡിയാണ്.
ഇനി നമ്മൾക്ക് ഈ ചിക്കൻ പീസ് ഓരോന്നായി ഇതിലേക്ക് ഇടാം. കുറച്ച് റെഡ് കളർ കൂടി ചേർത്താൽ ഡ്രം സ്റ്റിക്ക് ലോലിപോപ്പ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഞാനിതിൽ കളറൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ലോലിപോപ്പ് റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്തിയെടുക്കാം. ഇനി സിൽവർ ഫോയിൽ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിക്കുന്ന സാധാരണ ചിക്കൻ ലോലിപോപ്പിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ റെഡിയാക്കിയെടുത്ത ചിക്കൻ ഡ്രം സ്റ്റിക്ക് ലോലിപോപ്പ്. എല്ലാ ചിക്കൻ പീസിൻ്റെയും ബോണിൻ്റെ ഈ സൈഡ് ഇതുപോലെ സിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം. ഇനി ചെറുതായി കട്ട് ചെയ്തെടുത്ത സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിന് മുകളിലേക്കിട്ട് നമ്മൾക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ലോലിപോപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.